ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നീലൻ്റെയും ഋതുവിൻ്റെയും ഭാഗമാട്ടോ. അങ്ങനെ ആ ശ്രമത്തിൽ വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഋതുവിനെയാണ് കാരണം ഇന്നലെ രാത്രിയിൽ തൻ്റെ മൊബൈൽ മോഷണം പോയി. മൊബൈൽ മോഷണം പോയതൊന്നുമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ നീലൻ അടിച്ചു മാറ്റിയതാണ് എന്ന് നമ്മൾ ഇന്നത്തെ കഥയിൽ കണ്ട്. എന്നാലും ഇതാരാണ് എന്നറിയാതെ ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളും ഗുരുജിയും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സാരമില്ല, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീലൻ അങ്ങോട്ട് വരിക. അപ്പോൾ നീലൻ വന്നപ്പോൾ ചോദിക്കുക, എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്ത് പറ്റി എല്ലാവരും ദുഃഖിതരായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഈ സമയത്ത് ഗുരുജി പറയുകയാണ്, ഈ കുട്ടിയുടെ മൊബൈൽ കാണാതെ പോയി, ഒരു പക്ഷേ മറന്നു പോയതായിരിക്കാം എന്നൊക്കെ പറയാം. എന്നാൽ ഋതു പറയില്ല, എൻ്റെ മൊബൈൽ ഞാൻ അങ്ങനെ മറക്കാറുള്ളതല്ല, ഇന്നലെ രാത്രി കിടക്കുമ്പോഴും എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം അന്നേരം ഈ സമയത്ത് നീലൻ നീലിനോട് ഗുരുജി പറയും, ഒരു കാര്യം ചെയ്യാം, മൊബൈൽ മോഷണം പോയതുകൊണ്ട് നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് പറയാം. അപ്പം പെട്ടെന്ന് നീലൻ പറയുകയാണ്, വേണ്ട, അതൊക്കെ മോശമല്ലേ, നമ്മുടെ ക്യാമ്പസിന് മോശമാകും, അതുകൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയാം. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ഗുരുജി ചോദിക്കും. പരക്കൃത ജ്ഞാനം, അതാണ് ഏറ്റവും പ്രധാനം, എനിക്കതുണ്ട് എന്ന് പറയുക. അങ്ങനെ പെട്ടെന്ന് നീലൻ ആ ദൗത്യം ഏറ്റെടുക്കുക, ഈ മൊബൈൽ കണ്ടുപിടിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുക. എന്നിട്ട് എല്ലാവരോടും പറയുകയാണ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ ഗുരുജിയോട് പറയുകയും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നീലൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് പറയുകയാണ്, ഈ കുട്ടിയുടെ മൊബൈൽ മോഷണം പോയിട്ടുണ്ട്, ഒരു പക്ഷേക്ക് നിങ്ങളുടെ ആരെങ്കിലും അറിയാതെ അബദ്ധത്തിൽ ചെയ്തതാണെങ്കിൽ അത് തിരികെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റിനൊരു പരിഹാരമാകും, നിങ്ങൾ മഹാനായി മാറും. അതുകൊണ്ട് എത്രയും വേഗം ഈ കുട്ടിയുടെ മൊബൈൽ ആരെങ്കിലും അബദ്ധം കാണിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറയാം. അപ്പോൾ ആരും മുൻപോട്ട് വരുന്നില്ല, കാരണം ആരും മൊബൈൽ എടുത്തിട്ടില്ല. അപ്പം ആരും അനങ്ങാൻ നിൽക്കുമ്പോൾ എന്നാൽ ഇനി ഞാൻ മറ്റൊരു ദൗത്യമായിട്ട് മറ്റൊരു വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് നീലൻ പറയാണ്, ഇനി ഉള്ളത് പരക്ത ജ്ഞാനത്തിലൂടെ ഞാൻ ആളിനെ വെളിപ്പെടുത്തുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നീലൻ ഓരോ വിദ്യാർത്ഥികളുടെയും സഹോദരങ്ങളുടെയും അടുത്തുകൂടെ ചെന്ന്, ഇയാളല്ല, ഇദ്ദേഹവുമല്ല, ഇങ്ങനെ കറങ്ങി എല്ലാവരുടെയും അടുക്കൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു, ഒരാൾ പ്രതികരിച്ചല്ലോ, ഒരു ചെറുപ്പക്കാരൻ പ്രതികരിച്ചല്ലോ, ആ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വരിക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചങ്കിലേക്ക് തൻ്റെ ചെവി ചായച്ച് നിർത്തിയിട്ട് പറയാം, കണ്ടുപിടിച്ച്, ഇദ്ദേഹം തന്നെയാണ് ആ മൊബൈൽ എടുത്തത് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. അപ്പോൾ ഈ യുവാവും ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പെട്ടെന്ന്, താനെന്തോടാ പറയുന്നത്, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയാം. എടുത്തിട്ടുണ്ടെന്നേ, എന്തിനാണ് കള്ളം പറയുന്നത് എന്ന് ചോദിച്ച് ആ വ്യക്തിയോട് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് നീലം പറയുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ബായികയെ തപ്പണം എന്ന് പറയുകയും ചെയ്യുക. പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരാൾ പോയി തൻ്റെ ആ യുവാവിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വരികയും അങ്ങനെ ആ ബാഗിൻ്റെ അകത്തുനിന്ന് ഋതുവിൻ്റെ മൊബൈൽ കണ്ടെത്തുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഋതുവും ഞെട്ടിപ്പോയി, മറ്റ് സഹപാഠികളും അല്ലെങ്കിൽ തൻ്റെ ആ ക്യാമ്പസിൽ ഉള്ളവരെല്ലാം ഞെട്ടിപ്പോവുക. അപ്പോൾ പറയും, ഇതാണ് പരകൃത ജ്ഞാനം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പേരിൽ ആരും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യില്ല, ഒരു മാപ്പ് കൊടുക്കാം, ശ്രമിക്കാം, അതുകൊണ്ട് ഇദ്ദേഹത്തെ ആരും ഹരാസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും നീലൻ അവിടുന്ന് പറഞ്ഞയക്കുകയും ഋതുവിൻ്റെ അടുക്കൽ നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ഋതു പറയാണ്, നീല, നിങ്ങൾ എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നീലനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നീലൻ ഋതുവിൻ്റെ മനസ്സിലേക്ക് കയറിപ്പറ്റി എന്നുള്ളതാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. അങ്ങനെ അതിൽ വളരെ നന്ദി പറഞ്ഞുകൊണ്ട് നീലനും അവിടെ തൻ്റെ വഴിക്ക് നോക്കി പോകുന്നു. വളരെ അതിശയത്തോട് നിൽക്കുന്ന ഋതുവിനെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം കാണുന്ന ഭാഗം നമ്മുടെ ക്യാമ്പസാട്ടോ. നമ്മുടെ പല്ലവിയുടെ കോളേജിൽ എല്ലാവർക്കും സ്റ്റാഫ് റൂമിൽ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രൻ കയറി വന്ന് തൻ്റെ ആഹാര പാത്രം എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകാൻ തുടങ്ങിയ. അപ്പോൾ പെട്ടെന്ന് മറ്റു ടീച്ചർമാർ ചോദിച്ചു, സാറ് എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കാത്തത്, ഇവിടെ നിന്ന് കഴിക്കാമല്ലോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നമ്മുടെ ഇന്ദ്രൻ പറയാട്ടോ, ഞാനിവിടെ ഇരിക്കുന്നില്ല, ഞാൻ വെളിയിൽ പോയി കഴിച്ചോളാം എന്ന് പറയും. വെളിയിൽ എവിടെ പോയി കഴിക്കാൻ, ഇത് ക്യാമ്പസ് അല്ലേ, ഇവിടെ വേണമെങ്കിലും പോയിരുന്ന് കഴിക്കാമല്ലോ, ഞാനിവിടെ ഇരുന്ന് ഒരു ടീച്ചർമാർക്ക് ശല്യമാകുന്നില്ല എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് പല്ലവി ഉദ്ദേശിച്ചതിനെ പറഞ്ഞാട്ടോ. പല്ലവി പെട്ടെന്ന് തലയുയർത്തി നോക്കുക, എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇന്ദ്രൻ തൻ്റെ ആഹാരപാത്രവുമായിട്ട് വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സമയത്ത് മറ്റ് ടീച്ചർമാരും സാറുമാരും പല്ലവിയോടായിട്ട് പറയുക, പല്ലവി ടീച്ചർ, ഇത് മോശമായി പോയെന്ന് പറയുക. എന്ത് മോശം,
അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് കഴിക്കാറ്. നമ്മൾ സ്റ്റാഫ് റൂമിൽ ഒന്നായിട്ടിരിക്കണ്ടേ? നിങ്ങളുടെ വ്യക്തിപരമാകുന്ന പിണക്കങ്ങൾ ഇവിടെ പ്രകടമാക്കണോ എന്ന് ചോദിക്കുക. അപ്പം ഞാനെന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, സാർ ഇവിടെ നിന്ന് കഴിച്ചാൽ ടീച്ചർ ഇവിടെ നിന്ന് ഞങ്ങളോടൊപ്പം ഇന്ന് കഴിക്കുമല്ലോ? ഇല്ല, ഒരു കാരണവശാലും കഴിക്കില്ല. അതാ പറഞ്ഞത്, വ്യക്തിപരമാകുന്ന വൈരാഗ്യം നമ്മുടെ സ്റ്റാഫ് റൂമിനെ തകർത്ത് കളയും എന്ന് പറയാം. അപ്പോൾ ഈ സമയത്ത് വല്ലേ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായം, എനിക്ക് എൻ്റെതായ ന്യായമുണ്ട്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇരുന്ന് കഴിച്ചായിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോയാനും എന്ന് പറയുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെയാണ്. അതിനുശേഷം ഈ ഇന്ദ്രൻ പോയി വെളിയിലെ ക്യാമ്പസിൻ്റെ വെളിയിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന് ഈ മരത്തിൻ്റെ ചോട്ടിലും മതിലിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. അവരോടൊപ്പം ഇരുന്ന് കഴിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം സാറിനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഇന്ദ്രൻ പറയുകയാണ്, വേണ്ട, നിങ്ങളെല്ലാം അവിടെ ഇരുന്നോ, ഞാൻ ഇവിടുന്ന് ആഹാരം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ സാർ ഇവിടെ ഇരുന്ന് കഴിക്കാറോ? സ്റ്റാഫ് റൂമില്ലേ? സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കഴിക്കുന്നതിൽ എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കഴിക്കുന്നതിന് കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. ഒരു കുഴപ്പമില്ല എന്ന് പറയുകയെ. അങ്ങനെ ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇരുന്ന് ആഹാരം കഴിക്കുകയും അവർക്ക് ആഹാരം പകുത്തു നൽകുകയും ചെയ്യുന്ന ഇന്ദ്രൻ്റെ രസകരമാകുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികളെ കയ്യിലെടുക്കുവാൻ വേണ്ടി, തൻ്റെ വിദ്യാർത്ഥികളെ കയ്യിലെടുക്കുവാൻ വേണ്ടി ചില ഉപദേശങ്ങളും ചില കാര്യങ്ങളൊക്കെ പറയാം. തങ്ങളുടെ കൂട്ടുകാരനെ പോലെ അവരോടൊപ്പം ഇടപഴകുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് എപ്പിസോഡിൻ്റെ ആ ഭാഗത്ത് കാണുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് ആശ്രമത്തിലേക്ക് പോകും. ആശ്രമത്തിൽ ചെല്ലും. ആശ്രമത്തിലെ ഭാഗമാണ്. അപ്പം പെട്ടെന്ന് ഋതുവും തൻ്റെ കൂട്ടുകാരികളും അങ്ങ് നടന്നു പോകുമ്പോൾ ഈ മോഷണം കുറ്റം ആരോപിക്കപ്പെട്ട യുവാവ് പെട്ടെന്ന് ഋതുവിൻ്റെ അടുക്കൽ ചെല്ലുക. ഋതു ഞാനല്ല മൊബൈൽ എടുത്തെന്ന് പറയാം, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ്. അപ്പം ഋതു ഇദ്ദേഹത്തിനോട് ചൂടാവുകയാണോ? അപ്പോൾ പറയാം, ഈ യുവാവ് പറയും, എന്നെ വിശ്വസിക്കണം, ഞാൻ അങ്ങനെ എടുക്കില്ല, എൻ്റെ കയ്യിൽ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ലെന്ന് പറയും. തന്നെ ഞാൻ എന്തിനാണ് വിശ്വസിക്കുന്നത്? തൊണ്ടി മുതലോട് കൂടിയല്ലേ തൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ മൊബൈൽ കണ്ടെത്തിയത് എന്ന് ചോദിക്കുകയാണ്. അത് ഞാനല്ലെന്ന് പറയാം. നിങ്ങളല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുതർക്കമുണ്ടാകുക. ഈ സമയത്ത് ഈ യുവാവിന് ദേഷ്യം വരാം, നീ എന്നെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ എടുത്തിട്ടില്ല എന്ന് കൂടുതൽ കളിച്ചാൽ നിൻ്റെ മൊബൈൽ ഇപ്പം ഞാൻ എറിഞ്ഞു പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ഋതുവിൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചു മേടിക്കുന്നൊരു ഭാഗമാണ്. ഈ പിടിച്ചു മേടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിച്ചെറിയുവാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നീലൻ അങ്ങോട്ട് കയറി വരികയും ഈ യുവാവിൻ്റെ കയ്യിൽ പിടിക്കുകയും, സ്ത്രീകൾക്ക് നേരെ പരാക്രമം നടത്തുന്ന ഒരിക്കലും ഒരു കാരണവശാൽ ശരിയല്ല എന്ന് പറഞ്ഞ് അത് ചോദിക്കാൻ നീ ആരാണ് ഇത് യുവാവും ചോദിക്കുന്നുണ്ട്. അങ്ങനെ വാക്കുതർക്കം ഉണ്ടാകുകയും അങ്ങനെ ഒടുവിൽ ഈ നമ്മുടെ നീലൻ ഈ യുവാവിൻ്റെ കൈ പിടിച്ച് തിരിക്കുകയും ആ മൊബൈൽ മേടിച്ച് വീണ്ടും ഋതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്, രസകരമാകുന്ന ഭാഗമാണ് കാണുന്നത്. അങ്ങനെ എല്ലാവരും അപ്പം ഈ ഋതുവിനോട് പറയും, ഇനി അവൻ ഋതുവിൻ്റെ നേരെ കൈ പൊക്കില്ല. കാരണം 2 ആഴ്ചത്തോളം അവൻ്റെ കൈ അവൻ്റെ കൈയുടെ നീരുണ്ടാകും. കാരണം കളരിയിൽ ഒരു ഐറ്റമാണ് ഞാൻ എടുത്തത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഋതു ചോദിക്കുക, നിങ്ങൾ ഒരു സകലകലാ വല്ലഭനല്ലേ നീല എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ചിരിയോടുകൂടി കണ്ടുകൊണ്ട് നീലൻ തൊട്ടടുത്ത് ഇന്ന കുട്ടികളെ ചായ മേടിച്ച് കുടിച്ചുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചായ കുടിക്കുന്ന സമയത്ത് ഋതു നീലനെ അന്വേഷിച്ച് വരികയും നീലനോട് സംസാരിക്കുകയും നീലൻ്റെ മഹിമകളും നീലൻ്റെ ആ കഴിവുകളെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു നിമിഷമായി. ഈ സമയത്ത് നീലൻ വളരെ ദയനീയമായിട്ട്, ഞാൻ വെറും സമാധാന മനുഷ്യർ ഇറക്കുന്ന ഒരു പാവം പിഷക്കാരനാണ്, എനിക്കെല്ലാം ഉണ്ട് പക്ഷേങ്കിൽ എനിക്ക് സമാധാനമില്ല, അതുകൊണ്ട് സമാധാനം അന്വേഷിച്ച് നടക്കുന്നൊരു പാവം പിഷക്കാരനാണ്, ഞാനൊരിക്കൽ വിവാഹം കഴിച്ചതായിരുന്നു, ആ പെൺകുട്ടി എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മനസ്സിലെ പകുതി കാര്യങ്ങളൊക്കെ ഋതുവിനെ പറഞ്ഞ് മയക്കി ഋതുവിനെ തൻ്റെ വശത്താക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെയാണ് എപ്പിസോഡിൻ്റെ ആ ഭാഗത്ത് കാണുന്നത് കേട്ടോ. എന്തായാലും ഋതുവിനെ വളയ്ക്കുവാൻ എളുപ്പമായ ഇന്ദ്രൻ്റെ ചില തന്ത്രപരമാകുന്ന നീക്കങ്ങളെല്ലാം വിജയിക്കുന്ന ഭാഗം ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്നത് നമ്മുടെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സേതുവും പല്ലവിയും കൂടെ പൊന്നുമടത്തിലേക്ക് ചെല്ലുക. അപ്പോൾ പൊന്നുമടത്തിൽ പൂർണ്ണിമയ്ക്ക് എന്തോ അസ്വസ്ഥതയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഗുളിക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പൂർണ്ണിമയുടെ ഇളയ മോളും അതുപോലെ അച്ചുവുമൊക്കെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സേതുവും പല്ലവിയും കയറി വരുമ്പോൾ ഇവരെല്ലാവരും എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അച്ചു പൂർണ്ണിമേനെ വഴക്ക് പറയും, എന്തിനാണ് ഇങ്ങനെ ചാടി എണീക്കുന്നത്, ഒന്നാ വയ്യാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ പല്ലവി ഓടിച്ചെന്നിട്ട് അമ്മ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതിന് കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ശല്യമുണ്ടോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുക. അപ്പോൾ പൂർണ്ണിമ പറയും, എന്തിനാണ് ബുദ്ധിമുട്ടിന്ന്, നീ ഇവിടെ താമസിച്ചൊരു വ്യക്തിയല്ലേ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹമല്ലേ എന്നൊക്കെ പറയാം. അപ്പം എന്തായാലും വിവാഹം നിശ്ചയിച്ചൊന്നുമില്ല, അതുകൊണ്ട് ഡേറ്റ് നിശ്ചയിക്കാത്തതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പല്ലവിയും അതുപോലെ പൂർണ്ണിമയും ഒക്കെ സ്നേഹം പങ്കിടുന്ന ഒരു രസകരമാകുന്ന നിമിഷമോ. ഒടുവിൽ പൂർണ്ണിമ പറയാണ്, പൂർണ്ണിമയോട് ചോദിക്കുക, എന്താ പറ്റി അമ്മയ്ക്ക് അസ്വസ്ഥതയാണെന്ന് സേതുവേട്ടൻ പറഞ്ഞല്ലോ എന്ന് പറയുക.
അപ്പോൾ പറയും എന്തെന്നറിയത്തില്ല, എനിക്കൊരു വലിയൊരു സമാധാനക്കേടാണ്. എന്താണ്, നിങ്ങളുടെ വിവാഹം നടന്നാലേ അത് മാറിക്കിട്ടുള്ളൂ, വിവാഹം വരെ എനിക്ക് ഈ മനസ്സമാധാനമില്ലായ്മ ഇങ്ങനെ തുടരും എന്ന് പറയുകയാണ്. അതിൽ നിന്ന് ഞങ്ങളുടെ വിവാഹം നടക്കുമല്ലോ എന്ന് പറയുക, എന്നാലും എനിക്ക് മനസ്സിൽ ഒരു പേടിയുണ്ട് മോളെ എന്ന് പൂർണിമ തൻ്റെ സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹത്തെക്കുറിച്ച് വേവലാതി പറയുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും നാളത്തെ പ്രമുഖ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.